ഹായ് ഹലോ എൻ്റെ കൂട്ടുകാർ ഊണ് കഴിച്ചാ? രാത്രി ഡിന്നർ എന്താ സ്പെഷ്യൽ? ഞാൻ ആക്ച്വലി ഇന്ന് രാത്രി തന്നെ ബ്രെഡ് കുറുമയെന്നൊക്കെ പ്ലാൻ ചെയ്തൊക്കെ ഇരുന്നാണ്. അപ്പോൾ നോക്കിയപ്പോൾ അച്ഛൻ പുറത്തുനിന്ന് ഭക്ഷണം മേടിച്ചുകൊണ്ട് വന്നു. അത് കഴിക്കാനുള്ള ഇതില്ല. അപ്പോൾ വെറുതെ എൻ്റെ കൂട്ടുകാർക്ക് ചെറിയൊരു വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇന്ന് ഡിന്നർ എന്താണെന്നുള്ളത് പറയാം. അപ്പോൾ ഞാൻ ഇന്ന് എന്തൊക്കെയാണ് രാത്രിത്തെ ഞങ്ങളുടെ ഹെവി ഭക്ഷണമാണ് വെച്ചാൽ രാത്രി അങ്ങനെ കഴിക്കുന്നതല്ല. അപ്പോൾ ഇന്ന് മേടിച്ചൊന്നും പിന്നെ കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഭയങ്കര സന്തോഷത്തില്ല. കാരണം വെച്ചാൽ ഞാൻ പണിയെടുക്കണ്ടല്ലോ അതുകൊണ്ട്. അപ്പോൾ മേടിച്ച് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഇവിടെ ഇങ്ങനെ ഫോയിൽ കവറിനകത്താണ് ഇങ്ങനെ പാക്ക് ചെയ്യും. പിന്നെ ഇതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ കറികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പ്ലാസ്റ്റിക് പാത്രത്തിനകത്താണ് കറികളൊക്കെ പാക്ക് ചെയ്ത് തരുന്നത്. അപ്പോൾ ആദ്യം ഇതെല്ലാം കൂടെ ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റട്ടെ. പാത്രത്തിലുള്ള മാറ്റിയാൻ വെച്ചും പിന്നെ വേണം എല്ലാവർക്കും ഒന്ന് വിളമ്പി കൊടുത്തിട്ട് വേണം എനിക്കിരിക്കാൻ. അപ്പോൾ ഈ കവറിലുള്ള സാധനങ്ങളൊക്കെ ആദ്യം ഒന്ന് പാത്രത്തിലോട്ട് മാറ്റി കഴിഞ്ഞാലേ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതൊക്കെ പിന്നെ പാത്രത്തിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പാഴ്സൽ മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാലും പാത്രങ്ങൾ കഴുകൽ മാത്രം നമുക്കൊരു മാറ്റമില്ലല്ലേ. അതുകൊണ്ട് ഞാൻ ഈ വീട്ടിൽ പാഴ്സൽ മേടിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ആക്ച്വലി ഞാൻ എപ്പോഴും പോയി കഴിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഈ പാഴ്സൽ മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാലും പിന്നെ കഴിക്കുന്ന പാത്രങ്ങൾ കൊണ്ടുവന്ന പാത്രങ്ങൾ മൊത്തം കഴിവണ്ടേ. പോയി കഴിക്കാൻ ആ ഒരു പ്രശ്നമില്ല. ഇതൊക്കെയാണ് അച്ഛൻ ഇന്ന് ഡിന്നറിന് മേടിച്ചുകൊണ്ട് വന്നത്. ആക്ച്വലി ഇന്നൊരു സർപ്രൈസ് ആയിപ്പോയി കേട്ടോ. ആക്ച്വലി എനിക്ക് ഫോൺ ചെയ്ത് പറഞ്ഞൊന്നുമില്ല ഭക്ഷണം കൊണ്ടുവരുന്നു, രാത്രി ഒന്നും ഉണ്ടാക്കണ്ടെന്നൊന്നും പറഞ്ഞില്ല. എന്തായാലും കൊള്ളാം. അപ്പം ആദ്യം ഫ്രൈ പീസ് കഴിക്കാൻ വിചാരിച്ചു. അപ്പം ചിക്കൻ ഫ്രൈ. അൽഫാമാ? അൽഫാമല്ല, തന്തൂരിയാ. രണ്ടും അല്ലേ. അപ്പം അതിന് ഗ്രീൻ ചട്നി ഉണ്ട്. ഇതിന് അവർ തരുന്നതാണ് ഗ്രീൻ ചട്നി. അപ്പോൾ രാത്രിത്തെ പ്രതീക്ഷിക്കാതെ കിട്ടിയ ഭക്ഷണം കേട്ടോ ഇത്. എന്താ പറ്റിയെന്ന് അറിയത്തില്ല, അച്ഛൻ മേടിച്ചോണ്ട് വന്നു. അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് അടുത്ത സംഭവം എന്താ നോക്കാം. അത് കഴിഞ്ഞിട്ട് തന്തൂരി റൊട്ടി, നോർമൽ റൊട്ടി കേട്ടോ. അപ്പോൾ അതുണ്ട്. അതിൻ്റെ കൂടെ ചിക്കൻ കറി കോമ്പിനേഷൻ. എന്തൊരു ചിക്കൻ ഇത്? കടായി ചിക്കൻ. ഇവിടെ എവിടെയും കിട്ടുന്നൊരു സംഭവമാണ് ഈ റൊട്ടി. കൂടുതൽ ഇവിടെ റൊട്ടിയാണ്. നാട്ടിലില്ല പൊറോട്ട എന്ന് പറയത്തില്ലേ. നാട്ടിൽ നമ്മൾ എവിടെ ഏത് കടയിൽ കയറിയാലും പൊറോട്ട ഉണ്ടാവും എന്ന് പറയുന്ന പോലെയാണ് ഇവിടെ ഏത് ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാലും ഈ റൊട്ടി ഉണ്ടാവും. അതാണ്. അപ്പം അതിൻ്റെ കൂടെ ചിക്കൻ കടായി കോമ്പിനേഷൻ. രണ്ട് സൈസ് ചിക്കന്, കടായി ചിക്കനും പിന്നെ എന്നാ ചിക്കനും എന്തെന്ന് മസാല, ചിക്കൻ മസാല. ഇതൊക്കെയാണ് ലഞ്ച്. അത് കഴിഞ്ഞ് സോറി ഡിന്നർ. അപ്പം കുറേ നേരമായിട്ട് ഒരു എല്ലിട്ട് കഴിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ റൈസും ഉണ്ട്, ഫ്രൈഡ് റൈസാണ്. അപ്പോൾ ഇത് കഴിക്കട്ടെ ആദ്യം. അതായത് ലാസ്റ്റ് റൈസും കൂടെ മേടിച്ചു. ആക്ച്വലി ഇന്ന് ഡിന്നർ ഭയങ്കര ഹെവി ആയിപ്പോയി. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡിന്നർ എന്താ എൻ്റെ കൂട്ടുകാർ കണ്ടത്? ഞങ്ങളുടെ ഡിന്നർ ഇന്നത്തെ സ്പെഷ്യൽ ഇതായിരുന്നു. അപ്പോൾ ഞാൻ ഇതുകൂടെ കഴിച്ചിട്ട് പോയി പ്രാർത്ഥിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങട്ടെ. അപ്പോൾ ഞാൻ ഈ വീഡിയോ എൻ്റെ പേരപ്പോൾ നമ്മൾ ഉടനെ തന്നെ അടുത്ത വീഡിയോ കാണുവാൻ. ടേക്ക് കെയർ, ബൈ, സീ യു.